അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരു പുസ്തകം 100 സുഹൃത്തുക്കൾക്കും ഒരു സുഹൃത്ത് ഒരു ഗ്രന്ഥശാലയ്ക്കും തുല്യമാണ്. ഇന്ത്യയുടെ പ്രശസ്ത രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണിവ. അക്ഷരവസന്തത്തിൻ്റെ ഈ സാഹിത്യോത്സവ കലാവേദിയിൽ പുസ്തകങ്ങളെ കൂട്ടുകാരാക്കാം എന്ന വിഷയം ചർച്ചയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയരെ, അക്ഷരങ്ങൾ കൊണ്ട് മതിലു തീർത്ത ഈ ഭൂമിയിൽ മനുഷ്യനെ പോലെ തന്നെ അക്ഷരങ്ങൾ കൊണ്ട് ഐതിഹാസിക കഥാപാത്രങ്ങളെ രൂപപ്പെടുത്തുന്ന പുസ്തകങ്ങളും പ്രപഞ്ചനാഥന്റെ പടപ്പുകളാണ്. ഓരോ പുസ്തകത്തിലുമുള്ള ആത്മാവ് അതിൻ്റെ ആശയങ്ങൾക്കുള്ളിൽ മറഞ്ഞു നിൽക്കുന്നു. അതിനെ കണ്ടെത്തുമ്പോഴാണ് മനുഷ്യൻ സാംസ്കാരിക അഭിവൃദ്ധി നേടുന്നത്. അവിടെയാണ് പൗലോ കോയിലയുടെ ആൽക്കമിസ്റ്റും MTയുടെ മഞ്ഞുമെല്ലാം ലോകത്തിന് ആത്മാവുള്ള അക്ഷരക്കൂട്ടങ്ങളെ സമ്മാനിച്ചത്. അതിൽ കൂടി ഉദിച്ചു വന്ന അനേകം കാതികർ ഭൂമിയിൽ മനുഷ്യന് നവസുഹൃത്തുക്കളെ സമ്മാനിച്ചു. പ്രിയരെ, ഇവിടെയാണ് there is no friend as loyal as a book എന്ന ഏർണസ്റ്റ് ഹെമിംഗ്വേയുടെ വാചകം ശ്രദ്ധയേറുന്നത്. പുസ്തകങ്ങളെ കൂട്ടുകാരാക്കിയാൽ മണ്ണിലും മനസ്സിലും രക്തക്കറകൾ വീഴാതെ ലോകത്തെ സമാധാനത്തിന്റെ അക്ഷരങ്ങൾ മാത്രം പറയുന്ന ഇടങ്ങളാക്കാം എന്ന് ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംസ്കാര ശൂന്യതയിൽ മുങ്ങിക്കൊണ്ടിരുന്ന രക്തക്കറകൾ കൊണ്ട് ഭൂമിയെ ചുവപ്പ് അണിയിച്ചിരുന്ന അറേബ്യയിലെ ബദവികളുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് സത്യവും സമാധാനവും മാത്രം പറയുന്ന ദൈവിക ഗ്രന്ഥമായ ഖുർആൻ എന്ന സുഹൃത്തിനെ ഇട്ടുകൊടുത്തപ്പോൾ ഇന്ന് കാണുന്ന സമ്പന്നതയുടെയും സാംസ്കാരികതയുടെയും ഉന്നതങ്ങളുടെ കൊടുമുടികളിലേക്ക് ആ ജനതയെ ഉയർത്താൻ പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിഞ്ഞു. പ്രിയരെ, ഇവിടെ ഖുർആൻ എന്ന അള്ളാഹുവിൻ്റെ പുസ്തകത്തെ സുഹൃത്താക്കിയപ്പോൾ അന്ധകാരത്തെ മറികടന്ന് വെളിച്ചത്തിലേക്ക് കടന്നുവരാൻ അറേബ്യൻ ജനതയ്ക്ക് കഴിഞ്ഞു. ഇവിടെയാണ് പുസ്തകത്തിന്റെ ഗന്ധമെന്നറിയാത്തവൻ എത്ര ശൂന്യൻ എന്ന കവിയുടെ വരികൾ പ്രസക്തമാകുന്നത്. കാരണം പുസ്തകം എന്ന സുഹൃത്തിൽ നിന്നും നാം ആർജിക്കേണ്ടത് സഹിഷ്ണുതയുടെ പാഠങ്ങളാണ്. മനുഷ്യനെ ആത്മസംസ്കരണത്തിലേക്ക് നയിക്കുക മാത്രമല്ല, വെറുപ്പിന്റെ കോട്ടകൾ കെട്ടിക്കാനും പുസ്തകങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് മനുസ്മൃതി സവർക്കറെയും ഹെഡ്വാർക്കറെയും സൃഷ്ടിച്ചെടുത്തത്. ഈ വെറുപ്പിന്റെയും വിഭാഗീയതയുടെയും കോട്ടകളെ തകർക്കാൻ വേണ്ടിയാണ് അംബേദ്കർ ഭരണഘടന എന്ന സുഹൃത്തിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. ഒരു പക്ഷേ ജനാധിപത്യം എന്ന ആശയം പോലും ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലകൊള്ളുന്നത് ഈ സുഹൃത്തിലൂടെയാണ്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന പഴഞ്ചൊല്ല് പോലെ തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങളെയും മനസ്സിലാക്കേണ്ട ആശയങ്ങളെയും നന്നാക്കിയെടുത്താൽ പളുങ്ക് പോലുള്ള സൗഹൃദം നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. ധാർമ്മികത നഷ്ടപ്പെടുത്താതെ സംഗ്രഹിച്ചെടുക്കാൻ കഴിയണം നമുക്ക് പുസ്തകങ്ങളെ. ഒരുപാട് ഹൃദയങ്ങളിൽ ധാർമ്മിക മൂല്യങ്ങളുടെ വിത്ത് നട്ടുമുളപ്പിച്ച് അതിൽ നിന്ന് ഒരുപാട് ദാർശനികന്മാരെ വാർത്തെടുത്ത ഐതിഹാസിക ഗ്രന്ഥങ്ങൾ നമുക്ക് മുമ്പിൽ ഒരുപാടുണ്ട്. സ്വന്തം അമ്മയുടെ സ്നേഹത്തിന്റെ അർത്ഥം തിരിച്ചറിയാത്ത മകൻ പൂതപ്പാട്ടിലെ അമ്മയുടെ കണ്ണീരിന്റെ മൂല്യം തിരിച്ചറിയുകയും അമ്മയെ നടത്തള്ളാനായി രാത്രിയിൽ വീട് വിട്ടിറങ്ങിയ അമ്മത്തൊട്ടിലെ മകനെയോർത്ത് വ്യസനിക്കുകയും ചെയ്യുന്നു. സുഭിക്ഷമായ ജീവിത സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വർത്തമാനകാല മനുഷ്യൻ തകഴിയുടെയും ദേവിന്റെയും ബഷീറിന്റെയും വിഖ്യാതമായ രചനകളിലൂടെ ദാരിദ്ര്യം നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളെ അടുത്തറിയുന്നു. ഇങ്ങനെ അനവധി ജീവിത മൂല്യങ്ങൾ മറഞ്ഞു കിടക്കുന്ന കലവറകളാണ് ഓരോ പുസ്തകവും. പുതുതലമുറ കൂട്ടുകൂടാനായി തെരഞ്ഞെടുക്കാറുള്ള നവീനമായ സാധ്യതകളെല്ലാം സംഹാരാത്മകമാണ്. ശത്രുവിനെ കൊല്ലാനും എതിരെ വരുന്ന വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിക്കാനും പ്രേരിപ്പിക്കുന്ന ഓൺലൈൻ ഗെയിമുകൾ മനുഷ്യ മസ്തിഷ്കത്തെ അക്രമാസക്തമാക്കുമെന്ന് പറയേണ്ടതില്ല. ഡിജിറ്റൽ ലൈബ്രറി തൊട്ട് AI നിർമ്മിത പുസ്തകങ്ങൾ വരെ സുലഭമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പുതിയൊരു ലോകത്തെ നിർമ്മിച്ചെടുക്കാൻ മഹാകവി കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ പുസ്തകമെന്ന സുഹൃത്തിൽ നിന്നും നാം നമ്മുടെ ഭാവിയെ വിളിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾക്ക് വിട. കൂട്ടുകാർക്കു നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.